കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളവന്നോ എന്നും പറയാൻ നമുക്കിടയാകും. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്ത, വൈരുടെ നമ്മെ വിടുവിച്ച, സകലജടത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവിടെ നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവമാണ്. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കാത്തവൻ, ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, ഗമനത്തെയും ആഗമനത്തെയും പ്രാണനെയും പരിപാലിക്കുന്ന സർവശക്തന്റെ അടുക്കലേക്ക് ഇന്ന് പ്രഭാതത്തിലും നമുക്ക് അടുത്തല്ല. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന ആഴമായ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന, എൻ്റെ യാചനയ്ക്ക് മറുപടി നൽകുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന ഒരുവനുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും നമ്മെ അറിയുന്ന ഒരു ആരും അറിഞ്ഞില്ലെങ്കിൽ, ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മെ അറിയുന്ന ഒരു ദൈവം. സ്തോത്രം, 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 സ്തോത്രം. നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താലും കാണുന്ന ഒരുവനുണ്ട്. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവന്നു. മരുഭൂമി വെച്ചാണ് ഹാഗർ. മരുഭൂമിയിൽ ആരും കാണാനില്ല, പക്ഷെ അവരെ കാണുന്ന ഒരുവൻ, നടത്തുന്ന ഒരുവൻ, സഹായിക്കുന്ന ഒരുവൻ, ശക്തീകരിക്കുന്നവൻ ഇന്ന് പ്രഭാതത്തിലും നമ്മോട് കൂടെയുണ്ട്. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ അവകാശം അവിടെ തന്നതിനാൽ നമുക്ക് നന്ദിയോടെ അവിടുത്തെ മുമ്പാകെ ചെല്ലാം. നമ്മൾ മക്കളാണെങ്കിൽ പ്രിയരെ അവകാശികളാണ്. മക്കൾക്ക് ഏത് നിമിഷം അപ്പൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതിന് ഫോർമാലിറ്റീസ് ഒന്നുമില്ലല്ലോ. ധൈര്യത്തോടെ ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പനും മകനുമായിട്ട് അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് യഥാർത്ഥ മക്കൾ, അല്ലേ? മറ്റേത് മക്കളെന്നൊക്കെ പറയുമെങ്കിലും അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ, വിശ്വസ്തരായിരിക്കുന്നവർ, അവരാണ് ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്നത്. ധൈര്യത്തോടെ പറയാൻ പ്രാഗൽഭ്യമുള്ളവർ. നമ്മുടെ ഏത് വിഷയവും മറ്റാരോട് പറയുന്നതിനകത്ത് പ്രിയരെ പരിമിതികളുണ്ട്, പരിധികളുണ്ട്. എന്നാൽ ആരോടും തുറന്നു പറയാത്ത വിഷയം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് പറയും, അവിടുത്തെയോട് സംസാരിക്കും. വ്യക്തമായി ഗൈഡൻസ് നൽകുന്ന, മറുപടി നൽകുന്ന, ഇതിലെ പൊയ്ക്കൊള്ളുവീൻ എന്ന് പറയുന്ന, ശബ്ദം കേൾപ്പിക്കുന്ന ഒരുവനുണ്ട്. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. മറക്കാത്ത ഒരുവൻ, മനസ്സുമായി തകർന്നവരെ മാർബോടണയ്ക്കുന്നവൻ, മതി എന്ന് പറയുന്നിടത്ത് നിന്ന് ഇതാ പുതിയത് തുടങ്ങാൻ കഴിവുള്ളവൻ, അല്ലേ? എലിയ മതി, എൻ്റെ പിതാക്കന്മാരെ പോലെ ഓട്ടം ശ്രേഷ്ഠനല്ലോ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൊണ്ട് അവിടെ തീർത്ത ഒരു ദൈവമല്ല, ഫുൾ സ്റ്റോപ്പ് എടുത്ത് ഇടത്ത് നിന്ന് അടുത്ത തലത്തിലേക്ക് നിന്നെ എത്തിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ്
ദൂതേറ്റെടുക്കട്ടെ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും എന്നുള്ള ശബ്ദം ഇന്ന് പകലും നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദാവീദിന്റെ സങ്കീർത്തനമാണ് 37-ാം സങ്കീർത്തനം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത് എന്ന് പറഞ്ഞ് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യാനും വിശ്വസ്തത ആചരിക്കാനും യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളാനും തയ്യാറായാൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുന്ന ദൈവം, യഹോവയെ നമ്മുടെ വഴി ഫലമേൽപ്പിച്ചാൽ ആ വഴിയെ സുഗമമാക്കുന്ന ദൈവം. എന്നിട്ടാണ് പറയുന്നത്, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ സൗമ്യതയോടെ നിന്നാൽ പൊട്ടിത്തെറികൾ ഉണ്ടാകരുത്, എടുത്തുചാട്ടങ്ങൾ ഉണ്ടാകരുത്. പക്വതയോടെ നിന്ന് ദൈവം മുമ്പാകെ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ചാൽ സ്വന്തം വഴിയിലേക്ക് ചാടരുത്, സ്വന്തം ഇഷ്ടത്തിലേക്ക് ചാടരുത്. ബുദ്ധി പ്രവർത്തിച്ച് ദൈവപ്രവൃത്തി അതിനകത്ത് കൂട്ടിക്കെട്ടരുത്. സൗമ്യതയോടെ, പക്വതയോടെ, സാവധാനതയോടെ മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ അവകാശങ്ങളെ കൈവശമാക്കാൻ പ്രാർത്ഥിക്കുന്നവൻ ദൈവപ്രവർത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവനൊരു സ്വസ്ഥതയുണ്ടാകും, ഒരു സമാധാനമുണ്ടാകും. നമ്മൾ പലതും പ്രാർത്ഥിച്ച് അടുത്ത ദിവസം നടന്നില്ലെങ്കിൽ നമ്മുടെ സൗമ്യത നഷ്ടപ്പെടുകയാണ്, നമ്മുടെ മൈൻഡ് മാറുകയാണ്, നമ്മൾ മറ്റൊരു തലത്തിൽ ചിന്തിക്കുകയാണ്. പിന്നെ നമ്മുടെ വഴി തിരഞ്ഞെടുക്കുക അല്ല, അവിടെ സൗമ്യതയോടെ നിന്ന് മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും സൗമ്യതയോടെ, കുടുംബജീവിതത്തിനകത്ത് സൗമ്യത വ്യാപരിക്കട്ടെ. ദൈവസഭയ്ക്കകത്ത് സൗമ്യതയുടെ ആത്മാവ് നമ്മുടെ അകത്ത് വരണം. പലതിൻ്റെയും കുറവുകൾ വെളിപ്പെടുന്നത്, ഷോർട്ടേജുകൾ അനുഭവിക്കുന്നത് മെയിൻ കാരണം. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. സൗമ്യതയോടെ നിന്നാൽ അവകാശത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അടുത്ത സമാധാന സമൃദ്ധിയിൽ. സൗമ്യത വന്നാൽ സമാധാനം എന്നല്ല, സമാധാനത്തിൻ്റെ സമൃദ്ധിയിൽ നമ്മൾ ആനന്ദിക്കും. ഇന്ന് പലയിടത്തും സമാധാനം നഷ്ടപ്പെടുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ല, തലമുറയിൽ സമാധാനമില്ല, ദൈവസഭകളിൽ സമാധാനമില്ല, മിനിസ്ട്രിക്കകത്ത് സമാധാനം വരുന്നില്ല. പക്ഷെ സൗമ്യതയോടെ, പ്രാർത്ഥനയോടെ വിഷയങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്തേ, ഒന്ന് മൂവ് ചെയ്തേ, ദൈവം പാകെ ശാന്തമായിട്ടൊന്നിരുന്നേ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറാകൂ. സമാധാനത്തിൻ്റെ ഒരു സമൃദ്ധി, സമാധാനത്തിൻ്റെ ഒരു നദി നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഇറങ്ങി വരാൻ പോകുക. നാളുകളായി അസ്വസ്ഥമാക്കി, സ്വസ്ഥതയെ കെടുത്തി, സന്തോഷമില്ലാതാക്കി, ജീവിതത്തോട് പോലും മടുപ്പുളവാക്കി, മൈൻഡിനെ ശാന്തമാക്കാൻ കഴിയാതെ മുൻപോട്ട് പോകുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, നിങ്ങളുടെ അവകാശം കൈവശമാക്കണമെങ്കിൽ സൗമ്യതയുടെ ആത്മാവ് പ്രാപിക്കണം, സൗമ്യതയിലേക്ക് വരണം. ദൈവശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പകരുക. സമാധാനം നഷ്ടപ്പെട്ടിട്ട് എത്ര കാലമായി, പക്ഷെ സമാധാനത്തിൻ്റെ ഒരു സമൃദ്ധി, ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുക. സന്തോഷത്തിൻ്റെ ഒരു സമൃദ്ധി, വിടുതലിൻ്റെ ഒരു സമൃദ്ധി, ദൈവപ്രവൃത്തിയുടെ ഒരു സമൃദ്ധി ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്.
അതിൽ നിങ്ങൾ ആനന്ദിക്കാൻ പോകുക. ആനന്ദിച്ച് ദൈവത്തിൽ സന്തോഷിക്കത്തക്ക രീതിയിൽ, ഉല്ലസിച്ച് അവിടത്തേക്ക് മഹത്വം കൊടുക്കത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി ഇതാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കും. യഹോവയിൽ ആശ്രയിച്ച് അവിടുത്തെ പ്രവൃത്തിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ, സഹിഷ്ണുതയോടെ കാത്തിരിക്കാൻ, ആവർത്തിച്ചു പറയുന്നു, സൗമ്യതയോടെ കാത്തിരിക്കാൻ തയ്യാറായാൽ നിന്റെ അവകാശം നിന്റെ കൈ തന്നെ വരും. മറ്റാർക്കും അത് തട്ടിയെടുക്കാൻ പറ്റില്ല. സഹിഷ്ണുതയോടെ നിൽക്കുന്നവൻ, സാവധാനത്തോടെ മുമ്പോട്ട് പോകുന്നവൻ, ദൈവപ്രവൃത്തി കണ്ട് ആത്മാവിൽ സന്തോഷിക്കാൻ, ദൈവത്തിൽ ആനന്ദിക്കാൻ. സമാധാനം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒഴുകട്ടെ, തലമുറകൾ ഒഴുകട്ടെ, നിങ്ങളുടെ ഓഫീസിനകത്ത് ഒഴുകട്ടെ. ദൈവസഭയിൽ നഷ്ടപ്പെട്ട സമാധാനങ്ങൾ, സന്തോഷങ്ങൾ തിരികെ വരട്ടെ. നിങ്ങളുടെ ശരീരത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഡിപ്രഷനിലേക്ക് കൊണ്ടുവരുന്ന, ടെമ്പറാക്കുന്ന ശക്തിയുടെ മേൽ ഇന്ന് പകൽ ദൈവം ജയം നൽകാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർ തയ്യാറാ? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, കുടുംബ ജീവിതത്തിൽ വ്യാപരിക്കുക. നാളുകൾ പുകയുന്ന ചില വിഷയത്തെ ഇന്ന് പകൽ ദൈവാത്മാവ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനെ സുഗമമായി കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയും. വിട്ടുകൊടുക്കൂ. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, ശാശ്വതവാസിയെ, സകലാണ്ടത്തിൻ്റെ ഉടയവനെ, അങ്ങയുടെ മഹത്വം ഇന്ന് പകൽ ഞങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടുത്തി സ്വർഗം ആദരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സമാധാനം ഉണ്ടാകട്ടെ. സൗമ്യതയോടെ അങ്ങയുടെ വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ അങ്ങ് നൽകിയ ശബ്ദം ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ, വിടുതലുകൾ പ്രാപിക്കാൻ, സന്തോഷത്തിലേക്ക് മടങ്ങി വരാൻ, ദൈവകൃപയിലേക്ക് മടങ്ങി വരാൻ ഞങ്ങളെല്ലാം ഇടയാക്കണം. യഹോവയിൽ തന്നെ ആശ്രയിപ്പാൻ അവിടെ ഞങ്ങളെ ഇടയാക്കും. ഈ വചനത്തിൻ്റെ ശക്തി എല്ലാ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അവിടെ അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവത്തിൽ ആശ്രയിക്കൂ. ദൈവകൃപ ഏറ്റെടുക്കൂ. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ